അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മടമ്പൻ ഡാമിൽ കുളിക്കാൻ വരുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ മോൾ ഭാഗം ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇതാണ് മടമ്പൻ ഡാം വരുന്നത്. ഇതാണ് ബ്രിഡ്ജ്, രണ്ട് കരയെ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ്. അപ്പോൾ അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ ഷട്ടറൊക്കെ ഇട്ടിട്ട് ഫുള്ള് വെള്ളമാണ്. താഴെവശം വേലിയേറ്റത്തിൻ്റെ സമയത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. അടിപൊളി വ്യൂ ആണ്. മഴക്കാലത്ത് ഇവിടെയൊക്കെ നല്ല വെള്ളമായിരിക്കും കേട്ടോ, നല്ല വെള്ളമായിരിക്കും. അപ്പോൾ നമ്മളിവിടെയാണ് കുളിക്കാൻ വരുന്നത്. പുഴ കാണുമ്പോൾ ശാന്തമാണെങ്കിലും വെള്ളം കുറവാണെന്ന് തോന്നുമെങ്കിലും എല്ലായിടത്തും വലിയ വലിയ ആഴമുള്ള സ്ഥലങ്ങൾ കേട്ടോ. അവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ്. അതുപോലെ ഈ ഏരിയ അവിടെയൊക്കെ വെള്ളം കയറുന്ന സമയത്ത് നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ് മഴക്കാലത്ത്. ഇപ്പം അവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കാണാനൊരു ശാന്തമായിട്ടുള്ളൊരു പുഴയാണെങ്കിലും വളരെ ഡേഞ്ചറാണ്. അപ്പോൾ മുമ്പ് ഈ പാലം വരുന്നതിന് മുമ്പ് ആൾക്കാരൊക്കെ ആ തൂക്കുപാലം വഴിയായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ ജനിക്കുന്നതിന് കുറേ മുമ്പുള്ള പാലാണ്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കുറേ മുമ്പുള്ള പാലം, എത്രയോ വർഷം പഴക്കമുള്ള പാലാണ്. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കാറില്ല, കാരണം അതിൻ്റെ ശോചനീയാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്, ഡേഞ്ചർ അവസ്ഥയിലാണ്. ഒരു സ്മാരകം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെയായിട്ടാണ് മടമ്പ ടൗൺ വരുന്നത്. ഇത് മടമ്പ സ്കൂൾ ഗ്രൗണ്ടാണ്. നല്ലൊരു എന്താ പറയണ്ടേ, അടിപൊളിയൊരു വ്യൂ ആണ് കേട്ടോ മടമ്പം ഗ്രാമം. നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയ ഒരു കൊച്ചു ഗ്രാമമാണ് മടമ്പം. അപ്പോൾ ഇതാണ് സ്ഥലം വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.